Hello friends, welcome to Taste Factory by Kerala Cousins. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിരിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന 4th ചലഞ്ചുമായിട്ടാണ്. നമ്മൾ ഈ 4th ചലഞ്ചിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് ഫസ്റ്റ് ഇതിൽ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിന് ആൻസർ ചെയ്യുക. രണ്ടാമത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോയുടെ ലിങ്കാണ് കൊടുക്കുന്നത്. ആ ലിങ്കിലേക്ക് പോകുമ്പോഴേക്കും ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളൊരു കമൻറ്റ് കൊടുക്കുക. ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആണ് സെക്കൻഡ്. അടുത്ത മൂന്നാമത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഞങ്ങളുടെ മെയിൽ ID കൊടുക്കുന്നുണ്ട്. ആ മെയിലിലേക്ക് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ കൂടിയാണ് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഷെയറിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഞങ്ങളുടെ ഈ ചാനലിൽ ഒരു 80-ൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര വീഡിയോസ് വേണമെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം FBയിലോ ഇൻസ്റ്റയിലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. മെയിൽ ID ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ ഈ ലക്കി ഡ്രോയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മൂൺ സിൽവർ ട്രേഡിങ്ങിൽ പോയി ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ? ഹാൻഡ് ക്രാഫ്റ്റഡ് സിൽവർ ജ്വല്ലറി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം. അപ്പോൾ സാധാരണ നമ്മളുടെ സിൽവർ എല്ലാം കളർ ഫെയ്ഡ് ആവും അല്ലേ? അതിൽ ഷാനു പറയുന്നുണ്ട് മൂൺ സിൽവർ ട്രേഡിങ്ങിലെ സിൽവറിൻ്റെ കളർ ഫെയ്ഡ് ആകത്തില്ല. അതിനൊരു റീസൺ പറയുന്നുണ്ട്. അതെന്താണ്? ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമുക്കിത് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് കളർ മൂൺ സിൽവർ ട്രേഡിങ്ങിലെ സിൽവറിന്റെ കളർ ഫെയ്ഡ് ആകുന്നില്ല? അതിനൊരു റീസൺ പറയുന്നുണ്ട്. അതെന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഫസ്റ്റ് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. അതുമാത്രമല്ല നമ്മുടെ FB പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്തേക്കണം. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ 4th ചലഞ്ചിൽ പറഞ്ഞത് നോർമലി പറയുന്ന കാര്യമാണെങ്കിലും ഒരു കാര്യം മാത്രം ഞങ്ങളിപ്പം അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും, കമൻറ്റ് ചെയ്യുന്നതും കൂടുതൽ ലൈക്ക് കിട്ടുന്നതെല്ലാം. അപ്പോൾ മൂന്നാമത് നമ്മൾ പുതുതായിട്ട് പറഞ്ഞ കാര്യം ഷെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഷെയറിംഗ് ആണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഷെയർ ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാം, FBയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് നമുക്ക് മെയിലായിട്ട് അയക്കണം. ആ മെയിൽ ID നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. മെയിലായിട്ട് അയക്കുമ്പം സബ്ജക്റ്റിൽ 4th ചലഞ്ച് ഹൈഫൺ നിങ്ങളുടെ പേര്. സപ്പോസ് 4th ചലഞ്ച് ഹൈഫൺ ഇപ്പം എൻ്റെ പേര് ചിഞ്ചു, സുമിത്രി, റുക്കു, അങ്ങനെയാണ് അയക്കേണ്ടത്. അപ്പോൾ അങ്ങനാലേ നമുക്ക് നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റ് വിന്നറിനെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടീഷൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നാണ് നമ്മളുടെ വിജയം. അപ്പോൾ എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളിൽ ഒരാളാണ് ആ ഒരു വിന്നർ. അപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും വിജയി. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിൻ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് ഇതിലിപ്പോൾ വിൻ ചെയ്യാനുള്ളൊരു ചാൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ 3 രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പേർക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ പങ്കെടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നല്ല അടിപൊളി നല്ല വെറൈറ്റി ക്വാളിറ്റി വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിനി വിന്നറിനെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, ഈ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മൂൺ സിൽവർ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട്. അതിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്യുന്നവരെ കമൻറ്റ് പിക്കർ വഴി 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളത് ലൈക്ക് വൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 2 പേരെയാണ്. പിന്നെ ഷെയർ വഴി സെലക്ട് ചെയ്യുന്നത് 3 പേര്. അങ്ങനെ ടോട്ടൽ 10 പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്തതുപോലെ ലൈവിൽ ലോട്ടിട്ട് ഒരു വിന്നറിനെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് 1000 rupees വർത്ത് വരുന്ന ആമസോൺ ഗിഫ്റ്റാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്കറിയാലോ 23 ജനുവരി 2021 വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ വിന്നർ എന്ന് പറയുന്നത് 5000 റുപ്പീസ് വർത്ത് വരുന്ന ഗിഫ്റ്റാണ്, ആമസോൺ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും വിൻ ചെയ്തില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട. ഇതിന്റെ ആനിവേഴ്സറി അടുപ്പിച്ചുള്ള ഒരു വിന്നർ, വലിയൊരു വിന്നർ, ഗ്രാൻഡ് പ്രൈസ് ആണ്. നമ്മുടെ ഈ ഫുൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുന്ന നമ്മുടെ നല്ല കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബറെ നമ്മൾ എലിജിബിൾ സബ്സ്ക്രൈബർ ആയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് അവസാനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഓരോ ചലഞ്ച് കഴിയും തോറും ഇത് കുറച്ച് ടഫായി വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഫൈനലി കിട്ടുന്നത് ഒരു ജെന്യുവിൻ, ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ ആയിരിക്കണം. അപ്പൊ ആ രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വിൻ ചെയ്യണം. യു വിൽ ബി ദി വിന്നർ.